ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 19ാമത്തെ ചാപ്റ്റർ റീകൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ട്സ്, എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, നമ്മൾ ഓൾറെഡി ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ റിസൾട്ട്, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, എന്താണ് കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ഇതുപോലത്തെ ഫൈനാൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട്സിലും കോമൺ ആയിട്ട് എന്തെങ്കിലും കുറേ കോസ്റ്റ് എലമെൻറ്റുകളുണ്ട്, കുറേ റവന്യൂ എലമെൻറ്റുകളുണ്ട്. പക്ഷേ ചില സമയത്ത് എന്ത് ചെയ്യും, ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ പ്രോഫിറ്റ് ഇത്ര ആയിരിക്കും, പക്ഷേ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കുമ്പോൾ പ്രോഫിറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിനെക്കാട്ടും കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ എന്താണ് ആ വ്യത്യാസം വരാനുള്ള കാരണം? അങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് റീകൺസിൽ ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻ്റഗ്രൽ ഓർ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ്. ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിട്ട് ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇൻ്റഗ്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി കോസ്റ്റും പ്രോഫിറ്റും രണ്ട് അക്കൗണ്ടിലും സെയിം ആയിരിക്കും. അപ്പോൾ പിന്നെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റീകൺസിലേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. എന്നാൽ നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ട് ആകുമ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ടീം ചെയ്യുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് ടീമും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ നോൺ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റ് ചിലപ്പോൾ 1,00,000 ആയിരിക്കും, നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ചിലപ്പോൾ 80,000 ആയിരിക്കും. ഈ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ആ വ്യത്യാസം വരുന്നുള്ളതെന്നുള്ളതും, അതുപോലെ തന്നെ അങ്ങനെ വ്യത്യാസം വന്നാൽ അത് എങ്ങനെയാണ് റീകൺസിൽ ചെയ്യുക, എങ്ങനെയാണ് റീകൺസിൽ ചെയ്ത് ക്ലിയർ ആക്കുക എന്നുള്ളതുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മെത്തേഡാണ്. അതായത് നമ്മൾ ഒറ്റ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും നമ്മൾ ഒറ്റ സിസ്റ്റം ഫോളോ ചെയ്യുന്നുള്ളൂ. ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ അവിടെ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, ഒറ്റ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവുള്ളൂ, ഒറ്റ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലെപ്പോഴും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് രണ്ട് മെത്തേഡിലും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോസ്റ്റ് ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യലും. എന്താണ് കോസ്റ്റ് ലെഡ്ജർ? ഓരോ കോസ്റ്റ് കാറ്റഗറി, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണ് അതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ലെഡ്ജർ. അതുപോലെ തന്നെ നമ്മൾ ടെലിഫോൺ എത്രയാണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, നമ്മൾ സാലറിൻ്റെ കോസ്റ്റ് ലെഡ്ജർ എത്രയാണ്. ഇങ്ങനെ ഓരോ എക്സ്പെൻസിനും നമ്മൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡിനെയാണ് ലെഡ്ജർ എന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റോർ ലെഡ്ജർ ഉണ്ടാവും. ചിലപ്പോൾ സ്റ്റോർ ലെഡ്ജറിൽ എന്താവും, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒക്കെ കാണിക്കുന്ന എത്ര ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ ലെഡ്ജറിലാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ, ഇൻ്റഗ്രൽ മെത്തേഡിൽ എന്ത് ചെയ്യും, കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യൂല. അതുപോലെ തന്നെ ഒറ്റ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ഈ ഒരു മെത്തേഡിനാണ് ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല, റീകൺസിലേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യവും ഇല്ല. നമ്മൾ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒറ്റ സിസ്റ്റമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് എന്താണ്? നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് ഇൻ്റഗ്രൽ അക്കൗണ്ടിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് മറ്റൊരു ടീം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. ഈ മെത്തേഡിനെയാണ് നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് എന്ന് പറയാം. നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പ്രോഫിറ്റ് കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ മറ്റ് ഫിഗേഴ്സ് തമ്മിൽ എന്താവും, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആദ്യമായിട്ട് നമുക്ക് ഈ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ നോക്കാം. നമ്മൾ ചില കോസ്റ്റുകൾ എന്ത് ചെയ്യും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ കാണിക്കുള്ളൂ. ചില കോസ്റ്റുകൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ കാണിക്കൂല. ഏതൊക്കെയാണത്? ഇപ്പോൾ ഫൈനാൻഷ്യൽ ചാർജസ്, ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, പെനാൽറ്റീസ്, ഫൈൻ പെയ്ഡ്, ഇൻകം ടാക്സ് കൊടുത്തത്, നമ്മൾ ഫിക്സഡ് അസറ്റ് സെല് ചെയ്തപ്പോൾ എന്നുള്ള ലോസ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റിംഗ് അക്കൗണ്ടിൽ കാണിക്കൂല. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ അതെന്താണ്, ഒരു വ്യത്യാസം വരാനുള്ള ഒരു കാരണമാണ്.
അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒബ്സോളസൻസ് ലോസ്, എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഡിബഞ്ചർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസ്, ഇതൊക്കെ എന്താണ് ചില എക്സ്പെൻസുകളാണ്. ഇതൊന്നും നമ്മൾ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല, പക്ഷേ നമ്മളെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ കാണിക്കും. അപ്പോൾ എന്താണ് അത് ഈ ഒരു എക്സ്പെൻസുകൾ നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുള്ളൂ, കോസ്റ്റിങ്ങിൽ കാണിക്കില്ല. അപ്പോൾ ഈ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് കൂടുതലും ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റ് കുറവായിരിക്കും. കാരണം എന്താണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ ഒരുപാട് എക്സ്പെൻസ് അഡീഷണൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻകംസ്, നമ്മളെന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു, പിന്നെ ഡിവിഡൻഡ് റിസീവ് ചെയ്തു, പിന്നെ എന്തെങ്കിലും ഷെയർ ട്രാൻസ്ഫർ ഫീ റിസീവ് ചെയ്തു, റെൻറ്റ് റിസീവ് ചെയ്തു, ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു. ഇതൊക്കെ എന്താണ്, ഈ ഐറ്റം ഒന്നും നമ്മൾ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല, പക്ഷേ നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ കാണിക്കും. അപ്പോൾ എന്താണ് ഈ ഇപ്പോൾ ഈ ഇൻകം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റ് കൂടുതലും കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് കുറവായിരിക്കും. കാരണം എന്താണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ നമ്മൾ ഈ ഇൻകം കൂടെ അഡീഷണൽ ആയിട്ട് കാണിക്കുകയാണ്. കൂടുതൽ ഇൻകം കാണിച്ചാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കാണും. പിന്നെ അതുപോലെ തന്നെ ഐറ്റം ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് റിസർവ്, ഡിവിഡൻഡ് പെയ്ഡ്, പ്രപ്പോസൽ ഡിവിഡൻഡ്, ഈ ഐറ്റം ഒന്നും ഇതൊന്നും നമ്മൾ കോസ്റ്റിംഗ് അക്കൗണ്ടിൽ കാണിക്കുമല്ലോ, പക്ഷെ എന്തും ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ഇത് വ്യത്യാസം വരാനുള്ള ഒരു കാരണമാണ്. ഇനി അതുപോലെ തന്നെ ചില ഐറ്റം എന്ത് ചെയ്യും, നമ്മൾ ഓൺലി കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം കാണിക്കും, പക്ഷേ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ അത് കാണിക്കില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മൾ ക്യാപിറ്റൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, അത് എംപ്ലോയിഡ് ചെയ്താൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി കാണിക്കും, പക്ഷെ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു കേസിൽ ഇപ്പോൾ അതുപോലെ തന്നെ ചാർജസ് ഓൺ ലയൽ റെൻറ്റ്, അതായത് നമ്മൾ സ്വന്തം ബിൽഡിങ്ങിലാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോസ്റ്റിംഗ് അക്കൗണ്ടിൽ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു റെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും, പക്ഷേ ആക്ച്വലി അങ്ങനെ റെൻറ്റ് ഉണ്ടായിക്കോളുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഓൺ ബിൽഡിങ്ങിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ കേസിൽ എന്ത് ചെയ്യും, ഈ കേസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് കാണിക്കും, പക്ഷേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ ഈ എക്സ്പെൻസുകളൊന്നും കാണിക്കൂല. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റ് കൂടുതലും കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു റീസൺ. അതായത് ചില ഐറ്റം നമ്മൾ എന്ത് ചെയ്യും ഒരു അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുള്ളൂ, മറ്റേ അക്കൗണ്ടിൽ കാണിക്കൂല. ഇത് വ്യത്യാസം വരാനുള്ള, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള പ്രോഫിറ്റിൽ വ്യത്യാസം വരാനുള്ള ഒരു റീസൺ ആണിത്. അതായത് ചില എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ചില ഇൻകം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്താണ്, അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അതായത് നമ്മൾ ഈ ഓവർ ഹെഡ് നമ്മൾ കോസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഓവർ ഹെഡ് എസ്റ്റിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആക്ച്വൽ റണ്ണിങ് ടൈമിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യും. പക്ഷെ ചില കേസിൽ എന്ത് ചെയ്യും, നമ്മൾ അബ്സോർബ് ചെയ്ത ഓവർ ഹെഡ് ആക്ച്വൽ ഓവർ ഹെഡിനെക്കാട്ടും കൂടുതൽ കുറവ് വരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ടോട്ടൽ 1,00,000 രൂപയാണ് നമ്മളെ ഓവർ ഹെഡ്. ഇത് നമ്മൾ ആക്ച്വൽ ഓവർ ഹെഡാണ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ യൂണിറ്റിലേക്കും 100 രൂപ വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്ത് 1100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇൻറ്റു 100 ആകുമ്പോൾ 1,10,000 രൂപ നമ്മൾ അബ്സോർബ് ചെയ്തു ഈ ഒരു കേസിൽ. ഇത് ഓവർ അബ്സോർപ്ഷനാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓവർ ഹെഡ് എക്സ്പെൻസ് കൂടുതലും നമ്മൾ ആക്ച്വൽ ഓവർ ഹെഡ് എക്സ്പെൻസ് ഫൈനാൻഷ്യൽ റെക്കോർഡിൽ ഓവർ ഹെഡ് എക്സ്പെൻസ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിനെ നമ്മൾ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയാം. എന്നാൽ അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതിന് പകരം 900 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തോളൂ, ഇൻറ്റു 100 വെച്ചിട്ട് നമ്മൾ 90,000 അലോക്കേറ്റ് ചെയ്തു. 90,000 ഓവർ ഹെഡ് കോസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തോളൂ. ഈ ഒരു കേസിൽ നിന്ന് അണ്ടർ അബ്സോർബ്ഡ് ആണ്. അതായത് നമ്മൾ ആക്ച്വൽ ഓവർ ഹെഡ് 1,00,000 ഉണ്ട്, പക്ഷേ നമ്മൾ അബ്സോർബ് ചെയ്തത് അല്ലെങ്കിൽ ജോബിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് 90,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നത് 90,000 മാത്രമായിരിക്കും, പക്ഷേ ഫൈനാൻഷ്യൽ റെക്കോർഡിൽ 1,00,000 ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയാം. അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിലും തമ്മിൽ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ലോസിലൊക്കെ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബേസിസ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ. നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് 2 മെത്തേഡിലും, ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും 2 മെത്തേഡിലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കോസ്റ്റിൽ വ്യത്യാസം വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്
അപ്പോൾ നമ്മൾ ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വ്യത്യാസം വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇത് എങ്ങനെ റീകൺസിൽ ചെയ്യാം, എങ്ങനെ ഈ വ്യത്യാസം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ പ്രോഫിറ്റ് കാണിക്കും, മറ്റൊരു ഭാഗത്ത് നമ്മളെ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് തമ്മിലുള്ള വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് എന്ത് ചെയ്യും, രണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലായിട്ട് നമ്മൾ കാണിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് നേരിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് 1,19,400 എന്നാൽ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം നമ്മളെ പ്രോഫിറ്റ് 60,500. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ രണ്ട് ലൈനിലായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ ഇതിൻ്റെ കൂടെ അതായത് ഇപ്പോൾ ഈ 1,19,000 കൂടെ എന്ത് ചെയ്തു, മൈനസ് ചെയ്യാനുള്ള എന്തൊക്കെയാണ്, നമ്മൾ ഡയറക്ടേഴ്സ് ഫീ, ചാർജഡ് ഇൻ നോട്ട് ചാർജഡ് ഇൻ കോസ്റ്റ്, അതായത് കോസ്റ്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാത്ത എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഓവർ റെക്കോർഡഡ് കോസ്റ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. ഇൻകം ടാക്സ് പെയ്ഡ്, ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ മൈനസ് ചെയ്തു. കാരണം എന്താണ്, അത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ പ്രോഫിറ്റിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചില ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ ദ കോസ്റ്റ്, അത് കോസ്റ്റിൽ ആഡ് ചെയ്യാത്ത നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കോസ്റ്റിൽ ആഡ് ചെയ്യാത്ത മറ്റ് കോസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഫൈൻ പെയ്ഡ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കോസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ പേ ചെയ്തിട്ടില്ല, കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്തില്ല, നമ്മൾ മൈനസ് ചെയ്തു. അതുപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, അതൊരു കോസ്റ്റാണ്, പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിൽ അത് കൺസിഡർ ചെയ്തില്ല, അത് മൈനസ് ചെയ്തു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ കോസ്റ്റ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റിൽ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത എക്സ്പെൻസുകളൊക്കെ മൈനസ് ചെയ്ത് ഓവർ കൺസിഡർ ചെയ്തിട്ടുള്ളതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫിഗറിലേക്ക് എത്തും. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ആസ് പെർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഫിഗറിലേക്ക് എത്തും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതായത് നമ്മളെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ റീകൺസിൽ ചെയ്യുന്നതിനാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇത് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് അക്കൗണ്ടിലേക്ക് റീകൺസിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കോസ്റ്റിൽ ആഡ് ചെയ്യാത്ത പ്രോഫിറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു, കോസ്റ്റിൽ അണ്ടർ റിക്കവർ ചെയ്ത കോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു, കോസ്റ്റിൽ ആഡ് ചെയ്യാത്ത മറ്റ് കോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോസ്റ്റിൽ ആഡ് ചെയ്ത് ഇതിൽ കൺസിഡർ ചെയ്യാതെ നമ്മൾ മൈനസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ കോസ്റ്റ് അക്കൗണ്ട് എന്നുള്ള ഫിഗറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആഡ് മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്താം. എന്നാൽ നേരെ ഓപ്പോസിറ്റ് കോസ്റ്റ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്താം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മോറാണ്ടം റീകൺസിലേഷൻ അക്കൗണ്ട്, അതായത് ഇത് റീകൺസിലേഷൻ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതിലും സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ മെമ്മോറാണ്ടത്തിൽ ഈ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവസാനം എത്തിയത് എവിടെയാണ്, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഫൈനാൻഷ്യൽ അക്കൗണ്ട് എന്നുള്ള ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഈ ഒരു മെമ്മോറാണ്ടം രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് മെമ്മോറാണ്ടം റീകൺസിലേഷൻ അക്കൗണ്ട് എന്ന് പറയാം. ഇനി അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനാണ് കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സാമ്പിൾ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി നോക്കാം. ആദ്യം നമ്മളെന്താ ഡിസ്കസ് ചെയ്തത്, നമ്മൾ രണ്ട് രീതിയിലുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഇൻ്റഗ്രലും നോൺ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഒറ്റ സിസ്റ്റായിട്ട് ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രൽ അക്കൗണ്ടിങ്. നോൺ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും രണ്ട് സിസ്റ്റായിട്ട് ചെയ്യുന്നതിനെ, സെപ്പറേറ്റ് സിസ്റ്റായിട്ട് ചെയ്യുന്നതിനാണ് നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് എന്ന് പറയാം. ഈ നോൺ ഇൻ്റഗ്രൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ പ്രോഫിറ്റും കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റും നമ്മൾ റീകൺസിൽ ചെയ്യേണ്ടി വരും.
ഇതിനെ ഇങ്ങനെ റീകൺസിൽ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇത് വരാനുള്ള കാരണങ്ങൾ എന്താണ് വ്യത്യാസം വരാനുള്ള കാരണം? ചില ഐറ്റം എന്ത് ചെയ്യും, ചിലപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ കാണിക്കും പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിൽ കാണിക്കൂല. ചില ഐറ്റം കോസ്റ്റ് അക്കൗണ്ടിൽ കാണിക്കും പക്ഷേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ കാണിക്കൂല. അതുപോലെ തന്നെ ഓവർ ഹെഡ് അണ്ടർ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ അബ്സോർബ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് വാല്യുവേഷൻ്റെ വ്യത്യാസം. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ വരിക. പിന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, അതായത് നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിലെ പ്രോഫിറ്റും കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ റീകൺസിൽ ചെയ്ത് എന്താണ് കാരണം എന്നുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഉപയോഗിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് നോക്കാം. കോസ്റ്റ് കൺട്രോൾ അക്കൗണ്ട് സിസ്റ്റം, അതായത് മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് വേർ ദ കോസ്റ്റ് ട്രാൻസാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനാണ് കോസ്റ്റ് കൺട്രോൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയാം. പിന്നെ കോസ്റ്റ് ലെഡ്ജർ എന്തായിരുന്നു? അതായത് ഒരു നോമിനൽ അക്കൗണ്ടാണത്. ഓരോ കോസ്റ്റ് ഹെഡിങ്ങിനും ഓരോ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് കോസ്റ്റ് ലെഡ്ജർ എന്ന് പറയാം. പിന്നെ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തായിരുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ലെഡ്ജർ എന്താണ്? നമ്മൾ ടോട്ടൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെഡ്ജർ എന്ന് പറയാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, അതായത് കോസ്റ്റ് അക്കൗണ്ടും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഒറ്റ സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് എന്ന് പറയാം. പിന്നെ മെമ്മറാണ്ടം റീകൺസിലേഷൻ അക്കൗണ്ട്, അതായത് നമ്മൾ നോൺ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള പ്രോഫിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഫോർമാറ്റ് റീകൺസിലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മെമ്മറാണ്ടം റീകൺസിലേഷൻ അക്കൗണ്ട്. പിന്നെ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്, അതായത് ഓവർ ഹെഡ് നമ്മൾ ആക്ച്വൽ വന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയാം. പിന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും തമ്മിലുള്ള പ്രോഫിറ്റിലെ വ്യത്യാസം നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു ഫോർമൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി നമ്മൾ റീകൺസിൽ ചെയ്യുന്നതിനാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ സ്റ്റോർ ലെഡ്ജർ എന്തായിരുന്നു? നമ്മൾ സ്റ്റോക്കിലെ ഓരോ ഐറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റോർ ലെഡ്ജർ. പിന്നെ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വൽ ഓവർ ഹെഡിനെക്കാട്ടും കുറച്ച് നമ്മൾ ഓവർ ഹെഡ് കാണിക്കുന്ന സിറ്റുവേഷനാണ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്തായാലും നമ്മൾ പറഞ്ഞു, നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആവാത്ത പ്രൊഡക്റ്റിനാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്ന എത്ര ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്, എത്ര ഇൻകമിംഗ് ഉണ്ട്, എത്ര ഔട്ട് ഗോയിങ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെഡ്ജർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.